വാത്തിക്കുടി പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വേസ്റ്റ് ബിൻ വാങ്ങിയതിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്. പദ്ധതി നിർവഹണത്തിനായി സർക്കാർ അംഗീകൃത കമ്പനികളെ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കിയുള്ള കമ്പനിയിൽ നിന്നുമാണ് വേസ്റ്റ് ബിൻ വാങ്ങിയിട്ടുള്ളത് എന്നും പ്രസിഡന്റ് പറഞ്ഞു. പദ്ധതിയിൽ ക്രമക്കേടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബില്ലെത്തിയപ്പോൾ വൈസ് പ്രസിഡന്റ് വിയോജിപ്പ് പ്രകടിപ്പിച്ചില്ല എന്നും പ്രസിഡന്റ് ജോസ്മി ജോർജും ഭരണസമിതി അംഗങ്ങളും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വാത്തിക്കുടി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇടതുപക്ഷ ആരോപണങ്ങൾക്കെതിരെ നയം വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വേസ്റ്റ് ബിൻ ലഭിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് വാങ്ങിയത്. GST അടച്ചു നടത്തിയ ഇടപാടിൽ ക്രമക്കേടുണ്ട് എങ്കിൽ ഈ കമ്പനികളെ ശുപാർശ ചെയ്ത സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദിയെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ഗവൺമെന്റ് ഏജൻസിയായിട്ടുള്ള ജെബിൽ 12,500 രൂപയ്ക്ക് വിതരണം ചെയ്യുന്നുവെങ്കിൽ ആ തീവട്ടിക്കമ്പനിയുടെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്ന നിർദ്ദേശവും മുതലിയ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജമ്മുകളെ പർച്ചേസ് ചെയ്യണമെന്ന നിർദ്ദേശം വെക്കുകയും ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ മാത്രമല്ല ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജം പർച്ചേസിംഗ് നടപ്പിലാക്കിയത് പിണറായി സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിന്റെ കീഴിലുള്ള ജം പർച്ചേസിംഗ് ഇത്ര തീവട്ടി പോലെയാണ് നടക്കുന്നത് എങ്കിൽ ഉത്തരവാദി എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഭരണകക്ഷി ആളുകളുമല്ലേ സർക്കാരാണ്. പദ്ധതി പൂർത്തീകരിച്ച മാസങ്ങൾക്ക് ശേഷം LDF പ്രതിനിധി കൂടിയായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദേശ ജോലിക്ക് പോയി. അവിടെ എത്തി ജോലിയിൽ പ്രവേശിച്ച ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അഴിമതി ആരോപണം ഇടതുപക്ഷം ഉന്നയിക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റിന് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ കൂട്ട ഉത്തരവാദിത്വമാണ് ഉള്ളത്. പഞ്ചായത്തിൽ UDFന്റെ ഭരണകാലത്തെ ഏത് പദ്ധതിയെ സംബന്ധിച്ചും വിജിലൻസ് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ഉണ്ടെങ്കിൽ അത് ഏത് ഏജൻസിയെ കൊണ്ടും അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അത് ജനറൽ കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും ഐകകണ്ഠേന അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇതിൽ അഴിമതി ആരോപണം ആരോപിച്ച് അതിന് വിജിലൻസ് അന്വേഷണത്തിന് വിടുകയും ചെയ്തതിന് തൊട്ടു പുറകെ വൈസ് പ്രസിഡന്റ് രാജിവെച്ചതിൽ അതിലും സംശയം ഉളവാക്കുന്നതാണ്. പ്രസിഡന്റ് ജോസ്മി ജോർജിനൊപ്പം അംഗങ്ങളായ ഡിക്ലാർക്ക് CS, പ്രദീപ് ജോർജ്, ബിബിൻ എബ്രഹാം, അനിൽ ബാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.